നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാവിഷിൻ്റെ എല്ലാവർക്കും ഷാവിഷിൻ്റെ അനുമോദനങ്ങളും ആശംസകളും. ബഹുമാനിയെ, നമ്മളിന്ന് പറയാമെന്ന് പറഞ്ഞത് ട്രേഡ് റെവല്യൂഷൻ അഥവാ വ്യാപാര വിപ്ലവം. അതിനെക്കുറിച്ച് പറയുന്നതിന് മുൻപ് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കട്ടെ. ഒന്ന്, 1500ഓളം സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയെന്നുള്ള റിപ്പോർട്ട് വന്നു. ആ റിപ്പോർട്ട് വന്നിട്ട് എന്തെങ്കിലും രേഖ ഉണ്ടായിട്ടുള്ള അറിയുന്നത് അത് പുറത്തു വിടരുതെന്ന് പറഞ്ഞു. അതൊക്കെ പരസ്യമാക്കി അവനൊക്കെ സമൂഹത്തിൽ നാറ്റിക്കണ്ടേ? എന്നാ അത് ഒളിച്ചു വയ്ക്കുന്നത്? അപ്പോൾ കള്ളന്മാരെല്ലാത്തിലും ഉണ്ട്. അതുകൊണ്ടാണ് അത് പരസ്യമാക്കണം. അങ്ങനെ അങ്ങ് വന്നു കഴിഞ്ഞാൽ ദക്ഷിണ കേരളത്തിൽ ഒരു പശുവായിട്ട് ലൈംഗിക വേഷത്തിൻ്റെ പേരിൽ ഒരു ഭ്രാന്തനെ 12 വർഷത്തേക്ക് ശിക്ഷിച്ച് ജയിലിൽ കിടപ്പുണ്ട്. അവൻ അങ്ങനെ ഒരു മൃഗങ്ങളായിട്ട് ലൈംഗിക വേഷം, അത് മാനസിക രോഗിയാണെന്നാണ് പൊതുവെ വായ്പ്. മാനസിക രോഗികൾ ഇടേണ്ട ജയിലിലാണോ? മാനസികാരോഗ്യ കേന്ദ്രത്തിലല്ലേ? അതേ നിയമമുള്ള ഇന്ത്യയിൽ, കേരളത്തിൽ ഈ ക്ഷേമ പെൻഷൻ വാങ്ങിയ 1500ഓളം സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അവരുടെ പേര് പുറത്തുവിടരുത് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ലോജിക്ക്, യുക്തി? മറ്റൊരു വോട്ടിംഗ് മെഷീനെ കുറിച്ച് ഇത് ഗാർഗി പറഞ്ഞു, രാഹുൽ ഗാന്ധിയെ അതിനുവേണ്ടി പദയാത്ര നടത്താൻ തയ്യാറാണ്. രാഹുൽ ഗാന്ധി മാത്രമല്ല പദയാത്ര നടത്തേണ്ടത്. ഏതാണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ജനകീയ വിരോധ നിയമങ്ങൾക്കെതിരെ മറ്റെല്ലാ പ്രശ്നം ചേർത്ത് ആ കൂട്ടത്തിൽ മെയിനായിട്ട് EVM ഇലക്ട്രിക് വോട്ടിംഗ് മെഷീൻ വേണ്ട എന്നതിനെക്കുറിച്ചും 5-6 മേഖലാ ജാഥകൾ ഇന്ത്യയിലെ പ്രതിപക്ഷ മുന്നണി എന്ന് പറയുന്ന ഇന്ത്യ മുന്നണിയുടെ ആഭിമുഖ്യത്തിൽ പ്രധാനപ്പെട്ട മുന്നണിയിലെ 5 നേതാക്കൾ 5 മേഖലാ റാലി, സൈക്കിൾ, കാൽനട ജാതി, വാഹന ജാതി, അത് ഡൽഹിയിൽ അവസാനിപ്പിക്കരുത്. കാരണം ഡൽഹിയിൽ നിന്ന് ശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഞാനൊക്കെ ഒരു ദേശീയ പാർട്ടി ഉത്തരവാദപ്പെട്ട ഭാരവാഹിയാണ്. ഞങ്ങൾക്കും ഡൽഹി പോകാൻ ഭയമാണ്. ഇപ്പോൾ രാവിലെ പോയി വൈകിട്ട് പോരാണ്. അത്ര കണ്ട് ബുദ്ധിമുട്ടാണ്. പാകിസ്ഥാൻ പരാതിപ്പെടുന്നു, ഡൽഹിയിൽ നിന്നുള്ള ചൂട് കാറ്റും മലിന വായുവൊക്കെ അങ്ങോട്ട് വരുന്നു, അല്ലേ? കൃഷി കഴിഞ്ഞപ്പോഴേ ആ കത്തിച്ചേരും, അങ്ങനെ പലതും. അപ്പം അങ്ങനെ വരുമ്പോൾ ബോംബെയിലാണെങ്കിൽ പറ്റില്ല, ബോംബെയിൽ വലിയ തിരക്കാണ്, അത് അവിടെ പ്രശ്നമില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഒന്നുകിൽ സംസ്ഥാന വ്യാപകമായിട്ട് എല്ലാ സംസ്ഥാനങ്ങളും ഇന്ത്യ മുന്നണി ചെയർമാൻമാർ നയിക്കുന്ന ജാഥ, അല്ലെങ്കിൽ കർണാടകയിലാണ് ഇപ്പോൾ കോൺഗ്രസ് അല്പം സാധ്യതയുള്ള മണ്ഡലം സ്റ്റേറ്റ്, അവിടെ സൗകര്യപ്പെട്ടി അവിടെ. അപ്പോൾ ദക്ഷിണേന്ത്യ എന്നൊരു ഒരു പരാതി വരാം. ബോംബെ കിട്ടും അപ്പുറത്ത് മധ്യപ്രദേശിൽ, അങ്ങനെ അതുകൊണ്ട് കാര്യമില്ല. അതെവിടെ നിന്നൊക്കെ പാർട്ടി തീരുമാനിക്കട്ടെ. ഒരു കാര്യം വളരെ ഉറപ്പാണ്, എത്രയും പെട്ടെന്ന് ഒരു 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു വാഹന ജാഥ മതി. പദയാത്ര നടത്തി ആയുസ്സും ആരോഗ്യം വെറുതെ കളയരുത്, വിലയേറിയ സമയം കളയരുത്. വാഹന പ്രചരണ ജാഥ മതി. അതാണ് ഇത് പ്രാക്ടിക്കൽ. അതേക്കുറിച്ച് ചിന്തിക്കണം. അത് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും അതുപോലെ മറ്റ് പ്രധാനപ്പെട്ട അതിൽ നിർബന്ധമായിട്ട് 1-2 മുസ്ലിം പ്രതിനിധികൾ വഹിക്കണം. ഒരു യാദവൻ വേണം, ഒരു ക്രിസ്ത്യൻ പ്രതിനിധിയും വേണം, ഒരു 1-2 ദളിത് പ്രതിനിധികൾ വേണം. അങ്ങനെ 7-8 മേഖലയായിക്കൊണ്ട് തടസ്സം. മേഖല എത്രയോ ഒരു വിശാലമാണ് ഇന്ത്യ മഹാരാജ്യം. അപ്പോൾ 6-7 മേഖല വെച്ചിട്ട് ഇപ്പം ഇന്ത്യൻ റെയിൽവേ 8 മേഖലയല്ലേ, വളരെ മുന്നോട്ട് പോകുന്നില്ലേ? അപ്പോൾ 8 മേഖല അനുകരിക്കാമല്ലോ. ഇന്ത്യൻ റെയിൽവേ നമുക്കൊരു മാതൃക എടുക്കാം. അതുപോലെ 8 മേഖല തീരുമാനിച്ചിട്ട് ഓരോ മേഖലയ്ക്ക് പ്രധാനപ്പെട്ട ഒരാൾ, അതിൽ ജാതി വേണം, മതം വേണം, രാഷ്ട്രീയം വേണം, പാർട്ടി വേണം, എല്ലാം കൂടി ചേർത്തിട്ട് എല്ലാ വിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം കൊടുക്കുന്ന ഒരു 8 മേഖലാ റാലി എത്രയും പെട്ടെന്ന് സംഘടിപ്പിക്കണം. സുപ്രീം കോടതിയിലും കേന്ദ്ര ഗവൺമെൻറ് പരാതിപ്പെടില്ല, ജനങ്ങൾ ഉണർത്തിയിട്ട് വേണം പരാതിപ്പെടാൻ, എങ്ങനെ വില പോവുള്ളൂ. അതങ്ങനെ ചെയ്യേണ്ട സമയം കഴിഞ്ഞിരിക്കുക. നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. വഖഫ് മുനമ്പത്തെ പ്രശ്നം, അതിലന്വേഷിക്കാൻ വേണ്ടി ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ സാറുകളെയാണ് വച്ചിരിക്കുന്നത്. 3 മാസം സമയമുണ്ട്. അദ്ദേഹം പോരാ എന്ന് പറയുന്നു. വേണമെങ്കിൽ ഇപ്പം നീട്ടിവെക്കേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല സംഭവങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ.
നമ്മൾ പറയുന്ന വിഷയം ഇതാണ്. ഇനിയൊരു വിപ്ലവം ലോകത്തുണ്ടാകാൻ സാധ്യത. അവസാനത്തെ ഒരു വിപ്ലവമാണ് ഈ ട്രേഡ് റെവല്യൂഷൻ, അല്ലെങ്കിൽ വ്യാപാര വിപ്ലവം. ബാക്കി എല്ലാ വിപ്ലവവും വന്നുപോയി. അന്ന് ഞാനിപ്പോൾ ഒരു മുസ്ലിമായി കൊണ്ടാണ് ഈ എപ്പോഴും പ്രവാചകൻ്റെ കാര്യം എൻ്റെ കാര്യമൊക്കെ പറഞ്ഞത്. പ്രവാചകൻ പറഞ്ഞ് എനിക്ക് ശേഷം ഇനിയൊരു പ്രവാചകന് വരാനില്ല, എൻ്റെ ജീവിതം തന്നെ മാതൃകയാണ്, ഞാൻ അവസാന എൻ്റെ പ്രസംഗമാണ്, അത് നിങ്ങളോട് പറഞ്ഞായിട്ട് നിങ്ങളുടെ സാക്ഷ്യത്തിൽ അള്ളാഹുവിനോട് അപേക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ളത് ലാസ്റ്റ് ഇതാണ്. അതുപോലെ ലാസ്റ്റ് വിപ്ലവമാണിത്. ആ വിപ്ലവത്തിന് നമുക്ക് പേര് കൊടുക്കാം, എന്താണ്? ട്രേഡ് റെവല്യൂഷൻ, വ്യാപാര വിപ്ലവം. ഇവിടെ പല വിപ്ലവമുള്ള ധവള വിപ്ലവം, കാർഷിക വിപ്ലവം, പിന്നെ വ്യവസായ വിപ്ലവം, ഓറഞ്ച് വിപ്ലവം എന്നിട്ട് ഒരുപാട് വിപ്ലവം ഉണ്ടായിട്ടുണ്ട്. അറ്റകയാണ്. അതെന്താണ് ഈ വ്യാപാര വിപ്ലവത്തിൻ്റെ പ്രധാന പോയിന്റ് എന്ന് വെച്ചാൽ, ഒരു രാഷ്ട്രത്തിൻ്റെ പുരോഗതി എന്ന് പറയുന്നത് ആ രാഷ്ട്രത്തിൽ ഞാൻ പറഞ്ഞത് എല്ലാ മേഖലയുടെയും വളർച്ച, എല്ലാ സമുദായത്തിൻ്റെയും വളർച്ച, അതാണ് രാഷ്ട്ര പുരോഗതി. ഇന്നതില്ല ഇന്ത്യയിൽ പുരോഗമിക്കുന്നത് ചില മേഖലകളിൽ ചില സമുദായങ്ങൾ മാത്രമാണ്. അതാണ് നമ്മൾ ഇന്ത്യ ഇപ്പോഴും ദാരിദ്ര്യത്തിലേക്ക് താഴെയിട്ട് നിൽക്കുന്നത്. അത് പാടില്ല. എല്ലാ മേഖലയും വികസിക്കണം, എല്ലാ സമുദായങ്ങളും വികസിക്കണം. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഇത് ആവശ്യമില്ലാതെ രാവിലെ 8 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് ഡ്രസ്സ് ചെയ്ത് ഭക്ഷണം കഴിച്ച് ഒരു 9 മണി ആകുമ്പോഴേക്കും കച്ചവടക്കാരെല്ലാം ടൗണിലേക്ക് വരാണ്, ഉദ്യോഗസ്ഥന്മാരെല്ലാം വരാണ്. അങ്ങനെ വന്ന് രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയും ഓഫീസുകളും, രാവിലെ 9 മുതൽ രാത്രി 11 മണി വരെയും വ്യാപാര സ്ഥാപനങ്ങളും, AC, കറണ്ട്, എന്നൊക്കെ എന്തുമാത്രം കറണ്ട് എന്നൊരു ദുർലഭ വസ്തുവായില്ലോ. കറണ്ട് തൊട്ട കാശാണ്. ഇപ്പോഴത്തെ പുതിയ മീറ്റർ ഉണ്ടല്ലോ, ഒന്ന് നമ്മൾ ശ്വാസം കഴിച്ചാൽ ഈ തെങ്ങിൻ്റെ ഒരു ചെറിയ തേങ്ങയുടെ ഇല്ല, അത് വീണാൽ സ്റ്റാർട്ടാവുന്ന വണ്ടി ഹീറോ ഓട്ടോ മോട്ടോർ സൈക്കിൾ കൊടുത്ത് അത്ര ഈസി വാക്കവറാണ്. അതുപോലെയാണ് ഇപ്പോഴത്തെ മീറ്റർ കറങ്ങുന്നത്, ഒരു ഇടിമിന്നലായ മീറ്റർ കറങ്ങുന്നതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ കറണ്ട് ഒരു ദുർലഭ വസ്തുവായി, വെള്ളം ദുർലഭ വസ്തുവായി, മണ്ണ് ദുർലഭ വസ്തുവായി. ഇത് മൂന്നാണ് ഇവിടെ ലഭ്യമായിക്കൊണ്ടിരുന്നത്. അങ്ങനെ വരുമ്പോൾ രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയും വ്യാപാര സ്ഥാപനങ്ങൾ രാവിലെ 9 മുതൽ 11 അല്ലെങ്കിൽ 10 മണി വരെയും ഈ AC, കറണ്ടും, ഡെക്കറേഷൻ എല്ലാം വർക്ക് ചെയ്യാണ്. അത് ഓൺ ചെയ്താൽ പിന്നെ പൂട്ടുതൽ ഓണാണ്, ഓഫല്ല, ഓണാണ്. എന്തുമാത്രം കറണ്ട് പോകുന്നു. എന്ന് കച്ചവടം നടക്കുന്നതോ ഒരു 4 മണിക്ക് ശേഷമാണ് ആരെങ്കിലൊക്കെ ഓഫീസൊക്കെ ഇറങ്ങി വന്ന് കച്ചവടം നടത്തുന്നത്. അതുവരെ ഈ പൗഡറൊക്കെ ഇട്ട് വൃത്തിയായിട്ട് വന്ന സെയിൽസ്മാൻമാർ ട്രാഫിക് പോലീസിനെ പോലെ, ട്രാഫിക് പോലീസ് ആദ്യമൊക്കെ വളരെ ശക്തമായിട്ട് കൈ പോക്കും, പിന്നെ കൈ പൊങ്ങി പൊക്കൽ കുറഞ്ഞു വരും, കാരണം ടൈം മാറുന്നതനുസരിച്ച്. അതുപോലെ ആദ്യം ഡീസൽ വരുന്ന സെയിൽസ്മാൻമാരൊക്കെ 4 മണിയാകുമ്പോൾ ക്ഷീണിച്ച് ടയർഡായി വളഞ്ഞു കുറ്റാവും. ഇതെല്ലാം കണ്ടെത്തിക്കൊണ്ടിരിക്കുക. അത് തന്നെയുമല്ല, ഈ രാഷ്ട്രത്തിൻ്റെ വളർച്ച മേഖല തിരിച്ചായതുകൊണ്ടും അല്ലെങ്കിൽ സിറ്റികളായതുകൊണ്ടും ഗ്രാമങ്ങൾ വളരാത്തത് കൊണ്ടാണ് ഗ്രാമങ്ങളിൽ നിന്ന് രാവിലെ സിറ്റിയിലേക്കും വൈകിട്ട് സിറ്റിയിൽ നിന്ന് ഗ്രാമത്തേക്കും ജനങ്ങളുടെ ഒഴുക്ക്. അതാണ് ബസ് തിരക്ക്. ബസ്സിലൊക്കെ ഭയങ്കര തിരക്കാണ് രാവിലെ വൈകിട്ടും. അത് കഴിഞ്ഞ് ഉച്ച സമയത്തൊക്കെ സിറ്റി കപ്പാസിറ്റി പോലും ഇല്ല. ഇപ്പം പൊതുവെ ബസ് കുറവടക്കം എല്ലാവർക്കും വാഹനമായാലും. അങ്ങനെ വരുമ്പോഴേ നമ്മൾ ചെയ്യേണ്ട കാര്യം, രാവിലെ 9 മുതൽ, അത് അത് നിങ്ങളുടെ ഇഷ്ടം, മുതൽ ഒരു 1 മണി വരെ അല്ലെങ്കിൽ 2 മണി, അതൊക്കെ ചർച്ച ചെയ്യേണ്ട കാര്യം. അതുവരെ എല്ലാവിധ ഓഫീസുകളും ഒരു 2 മണി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 1 മണിക്കൂർ നമുക്ക് ഗ്യാപ്പ് കൊടുക്കാം. ഈ പോലീസുകാർക്കൊക്കെ ഡ്യൂട്ടി കയറാനും ഇറങ്ങാനും സമയം കിട്ടും പോലെ, കമ്പനി ഫാക്ടറി തൊഴിലാളികൾക്ക് ഡ്യൂട്ടിയിൽ കയറാൻ ഇറങ്ങാൻ സമയം കൊടുക്കും. അതൊക്കെ 10 മിനിറ്റേ ഉള്ളൂ. കൊടുക്കും പോലെ നമുക്കൊരു മണിക്കൂർ ഗ്യാപ്പ് കൊടുക്കാം. ഒരു 3 മണിക്ക് ഉച്ചവിശ്രമം കഴിഞ്ഞിട്ട് 3 മണിക്ക് കട തുറക്കാം. തുറന്നു കഴിഞ്ഞാൽ 11 മണിയോ 10 മണിയോ 12 വരെ അതൊക്കെ അവരുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഗുണങ്ങളാണ്. ഒന്ന്, കറണ്ട് ഇന്ന് ഉപയോഗിക്കുന്ന കറണ്ടിൻ്റെ 50% കുറയും. റോഡിലെ ഗതാഗതം ലിമിറ്റാകും. കാരണം ആകെയുള്ള ജനങ്ങൾ 100% രാവിലെ ഇങ്ങോട്ട്, 100% അങ്ങോട്ടും പോകുന്നു. അത് കുറഞ്ഞിട്ട് രാവിലെ ഒരു 25% സിറ്റിയിലേക്ക് വരും, പിന്നെ ഒരു 20% ഉച്ചക്ക് അങ്ങോട്ട് പോകും, പിന്നെ ഉച്ചക്ക് 20% സിറ്റിയിലേക്ക് വരും, 20% വൈകിട്ട് പോകും. അപ്പോൾ ഇതിൽ 50-80% കുറയും. തന്നെയുമല്ല, ഇപ്പം ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീ
5 മണിക്കാണ് ഓഫീസ് ടൈം. 5 മണി കഴിഞ്ഞ് അവൾ വീട്ടിലേക്ക് കുറേ സാധനം വാങ്ങിക്കാൻ വേണ്ടി കടകൾ കയറി എല്ലാം കഴിഞ്ഞ് 7, 8 മണിക്കാവും വീട്ടിൽ ചെല്ലുമ്പോൾ. അപ്പോൾ അത് വീട്ടിലെ മറ്റു പണിക്ക് തടസ്സമാകും. അതും ഒരു ടെൻഷനാണ്. ഇത് ഇന്നലെ 2 മണി വരെ ആകുകയാണെങ്കിൽ അവർക്ക് സ്വസ്ഥമായിട്ട് ഓഫീസ് ഇറങ്ങി ഭക്ഷണം ഓഫീസിൽ കൊണ്ട് കഴിക്കുന്നത് കഴിച്ച് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് പുറത്തിറങ്ങി കടയിൽ കയറി സാധനം വാങ്ങിച്ച് സന്ധ്യയ്ക്ക് വേണ്ടി വീട്ടിലെത്താം. എന്തൊരാശ്വാസം. നിങ്ങൾക്ക് ഇപ്പോൾ ട്രെയിനിൽ ട്രിവാൻഡ്രത്ത് ജോലിക്ക് പോകുന്ന സ്ത്രീകൾ കിട്ടുന്നേ ട്രെയിനിൽ ഇതാണ് വെജിറ്റബിളൊക്കെ അരിയുന്നത് ശരിയാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം എല്ലാ വെളുപ്പും 4 മണിക്കായിട്ട് എഴുന്നേറ്റാണ് 5-5:30 ട്രെയിനിൽ പോകുന്നത്. ട്രിവാൻഡ്രത്തിൽ ഒരു 10 മണിക്ക് 10-10:30 എത്തും. അത് കഴിഞ്ഞ് തിരിച്ച് അതുപോലെ 4 മണിക്ക് വരാണ്. അപ്പോൾ വേറെ അവർക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന സമയമില്ല രാവിലെ. അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന ഈ പച്ചക്കറി അരിയുന്നതൊക്കെ ട്രെയിനിൽ നിന്നാണ്. സ്ഥിരമാകുമ്പോൾ കൂട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ. അതുപോലെ സ്ത്രീകൾക്ക് സൗകര്യമായിട്ട് പർച്ചേസ് ചെയ്ത് പോകാം. ഒരു നേട്ടം. മറ്റൊരു നേട്ടം നിങ്ങൾ ഒരു ഉദാഹരണം പറയാം. ഈ പണ്ടൊക്കെ ബന്ദുള്ള കാലത്തൊക്കെ അല്ലെങ്കിൽ ഹർത്താലുള്ള കാലത്ത് കടകൾ തുറക്കുന്നത് വൈകിട്ട് 6 മുതലാണ്. വൈകിട്ട് 6 മുതൽ ഏതാണ്ട് 9 മണി അല്ലെങ്കിൽ 8 മണി 2 മണിക്കൂറുണ്ട്. അന്ന് രാവിലെ മുതൽ വൈകിട്ട് നടക്കുന്ന കച്ചവടത്തിൽ കൂടുതൽ കച്ചവടം നടക്കും. ആ 2 മണിക്കൂർ. കാരണം ആവശ്യക്കാർ ആ സമയത്ത് ഒരേ സമയത്ത് വാങ്ങിച്ചു കൊണ്ടുപോകും. കച്ചവടം നടക്കും. മറ്റു സമയമൊക്കെ ഫ്രീ ആയിട്ടിരിക്കുകയും ചെയ്യാം. അതുപോലെ ഈ രീതിയിലാണെങ്കിൽ ഒരുപടി നേട്ടമുണ്ട്. സ്ത്രീകൾക്ക് നേട്ടമുണ്ട്. കറണ്ട് ചാർജ് കുറയും. സിറ്റിയിൽ തിരക്ക് കുറയും. തന്നെയല്ല ഇന്നിപ്പോൾ വിജനമാണ്. ഇപ്പോൾ എറണാകുളം പട്ടണം എടുത്തു കഴിഞ്ഞാൽ ഒരു 7 മണി കഴിഞ്ഞ് സിറ്റി വിജനായി. പിന്നെ സിറ്റി ആരുടെ കയ്യിലാണ്? ഗുണ്ടകളിലെ മാഫിയകളുടെ കയ്യിലാണ്, വേശ്യകളുടെ കയ്യിലാണ്. അത് ഞാൻ ഉദാഹരണം പറഞ്ഞത് കറുകപ്പള്ളി. പണ്ട് കൊച്ചു പാകിസ്ഥാനായിരുന്നു. ഇപ്പോൾ മിനി ബോംബെ. അവിടെ ഈ 12 നേരം വെളുക്കോളം കടയുണ്ട്. ഒരു കള്ളനും ഒന്നും അവിടെ വരുന്നില്ല. കാരണം എല്ലാം ഉണർന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് സാധനം വേണം? കറുകപ്പള്ളി ഇരുന്ന സ്വർണ്ണം മുതൽ മെഡിസിൻ മുതൽ എല്ലാം കിട്ടും. ഇന്നലെ ഒരാൾ എന്നോട് പറഞ്ഞ് അവിടെ ഇവിടെ നടന്ന് മരുന്ന് കിട്ടിയില്ല. ഞാൻ കറുകപ്പള്ളി ചെന്നപ്പോൾ മരുന്ന് കിട്ടി. എന്ന് പറയുമ്പോൾ എന്ത് സാധനം പഠിക്കും നിങ്ങൾക്ക് കറുകപ്പള്ളിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കറുകപ്പള്ളി ഇനി കലൂരിന് സമീപമുള്ള ദേശാഭിമാനി റോഡിലെ ഒരു ചെറിയൊരു മേഖലയാണ്. നല്ല കച്ചവടമാണ്, നല്ല തിരക്കുണ്ട്. അത് വെഞ്ചി റോഡൊക്കെയോ 7 മണി കഴിയുമ്പോഴേക്കും ആൾക്കാർ സീരിയൽ കാണാനും വീട്ടിലിരുന്നിട്ട് കാര്യമില്ല, കടയിൽ ഇരുന്നിട്ട് കാര്യമില്ല. മാത്രമല്ല അങ്ങനെ കടയിൽ ഇരുന്ന് അന്ന് പിരിഞ്ഞ കാശ് പോലെ ഗുണ്ടകൾ വന്ന് ആക്രമിച്ച് കൊണ്ടുപോയാലോ അത് ലാഭമില്ലെന്നുള്ളൂ, നഷ്ടമല്ലല്ലോ. അങ്ങനെ പല ഗുണങ്ങളുണ്ട്. അതൊരു കാര്യം. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരുപാട് നേട്ടങ്ങളുണ്ട്, മറിച്ച് കോട്ടകളൊന്നുമില്ല. അതിന് നമുക്ക് ട്രേഡ് റെവല്യൂഷൻ എന്ന് അല്ലെങ്കിൽ വ്യാപാര വിപ്ലവം എന്ന് പറയാം. അപ്പോൾ നേട്ടങ്ങൾ മനസ്സിലായല്ലോ. ഇതൊക്കെ നമ്മുടെ ഗവൺമെൻറ്റുകൾ, നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ, നമ്മുടെ വ്യാപാരികൾ, നമ്മുടെ വ്യവസായികൾ, മറ്റ് അനുദ്യോഗസ്ഥർ ഇവരെല്ലാം കൂടി ചർച്ച ചെയ്ത് വട്ടമേശ ചുറ്റുമിരുന്ന് ചർച്ച ചെയ്തിട്ട് പിന്നെ മാറ്റർ ഉണ്ടാക്കണം. എങ്ങനെ ചെയ്യുന്നുള്ളത് ചിന്തിക്കുന്നുണ്ടോ? നമ്മൾ 10-15 വർഷം മുമ്പ് ഇത് പല സെമിനാറുകളും ചർച്ച നടത്തിയാണ് ഭീഷൺ പത്തലൊക്കെ എഡിറ്റോറിയൽ പേജിലൊക്കെ വന്നിട്ടത്. നമ്മുടെ ഗവൺമെൻറ് ചിന്തിക്കുന്നില്ല. ഇത് ഈ രാവിലെ വന്ന് കറണ്ട് അങ്ങോട്ട് ഓൺ ചെയ്താൽ പിന്നെ കട പൂട്ടും തരും. എടുക്കുക കറണ്ട് പോയാലോ ഓഫിയുള്ളൂ, അല്ല ഓഫിയില്ല. എന്നാൽ കച്ചവടമൊക്കെ ആവശ്യക്കാരും വരുന്നുണ്ടോ? ആവശ്യക്കാർക്ക് വരുന്നത് ഒരു 4 മണി മുതലുള്ള ഒരു 6, 7, 8 മണിയുള്ള സമയത്താണ് കച്ചവടം നടക്കുന്നത്. അതേ സ്ഥാനത്ത് നിങ്ങൾ ആര് കട തുറക്കില്ലെന്ന് എല്ലാ കച്ചവടക്കാരും ഒരു തീരുമാനിച്ചാൽ കട ഒരാഴ്ച കൂട്ടിയാൽ തയ്യാറാണ് കടക്കാർ. ഇതിപ്പോൾ എന്നറിയോ, പണ്ടാൾ പറഞ്ഞു ഞാൻ വീട്ടിൽ പോയി ഇരിക്കുമ്പോൾ തോന്നുന്നു ഇപ്പം കട ഒതുങ്ങി നല്ല കച്ചവടം കിട്ടിയെന്ന് കടയിൽ വന്നിരിക്കുക വെറുതെ പഴയതുപോലെയാണ് എന്ന് പറഞ്ഞാൽ വെറുതെ കടയിൽ വന്നിരിക്കുകയാണ്. കാരണം ഞാൻ വന്നില്ലെങ്കിൽ അവൻ വരും. അത് പണ്ടൊരു സാക്ഷി കോടതിയിൽ പറഞ്ഞു. അപ്പോൾ അവരെ ഞാൻ തല്ലിയില്ലെങ്കിൽ അവൻ എന്നെ തല്ലുമായിരുന്നു എന്ന് വെച്ചാൽ മുൻകൂർ തല്ലി എന്ന് പറയുമ്പോൾ മറ്റോ വരും എന്ന് വെച്ചാൽ നമ്മൾ മുൻകൂർ വരാണ്. ഇത് തന്നെ എല്ലാം ചിന്തിക്കുകയാണ്. പക്ഷെ ആരും വരുന്നില്ല. 2 മണിയായിട്ട് വരുന്നുള്ളൂവെങ്കിൽ കച്ചവടക്കാർ എത്ര കൊല്ലം വേണമെങ്കിലും അങ്ങനെ അത് സ്വീകരിക്കാൻ തയ്യാറാണ്. ഇനി ഒരാഴ്ച അടിച്ചിടണോ അത് തടസ്സമില്ല, പക്ഷെ ആരും വരരുത്. അതാണ് അപ്പോൾ കച്ചവടക്കാർക്ക്. ഇനി തന്നെയുമില്ല, ഇന്നത്തെ രീതിയിൽ ഒരു കച്ചവടക്കാരെ സംബന്ധിച്ച് ആ ഒരു സർക്കാർ ഓഫീസിൽ കാര്യം നടത്തെങ്കിൽ ഒരു ദിവസം ലീവ് എടുക്കണം, അല്ലെങ്കിൽ കടയിൽ നിന്ന് പോരണം. അതേ സ്ഥാനത്ത് ഈ 2 മണിക്ക് ശേഷമാണ് കട തുടങ്ങുന്നെങ്കിൽ അവർ രാവിലെ വീട്ടിലിരുന്ന് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ചേർത്ത് കഴിച്ച് സീരിയലൊക്കെ കണ്ട് കുളിച്ച് ഫ്രഷായിട്ട് 2 മണിക്ക് കടയിലേക്ക് വന്നാൽ മതി. അപ്പോൾ ആ സമയത്ത് ആവശ്യമുള്ളവർക്ക് ഈ ഗ്യാപ്പിൽ സർക്കാർ ഓഫീസിൽ പോയി കാര്യം നടത്തി പോരാം.
അല്ലെങ്കിൽ സ്വകാര്യ ഓഫീസിൽ പോയി കൈ നടത്തി വരാം, ലീവൊന്നും എടുക്കണ്ട. അങ്ങനെ ഒരുപിടി നേട്ടങ്ങളുള്ളതാണ്. അതാണ് ട്രേഡ് റെവല്യൂഷൻ എന്ന് പറയുന്നത്, വ്യാപാര വിപ്ലവം എന്ന് പറയുന്നത്. ലോകത്തിൽ ആദ്യമായിട്ടാണ്. ഇനിയൊരു വിപ്ലവം വരാനുമില്ല. എന്നിട്ട് എന്ത് ചെയ്ത് നമ്മുടെ നേതാക്കളും രാഷ്ട്രീയക്കാരും ചിന്തിക്കുന്നില്ല. അപ്പോൾ ആർക്കും ചിന്തയൊന്നുമില്ല. എങ്ങനെയെങ്കിലും പഞ്ചായത്ത് മെമ്പറാണോ MLA ആണോ MP ആണോ പൈസ ഉണ്ടാക്കണം എന്നല്ലാതെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയോ ഇനി നന്മയ്ക്ക് വേണ്ടി മാത്രമല്ല, നമുക്കൊരു പ്രവർത്തനം വേണമെങ്കിൽ എന്താണ് ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നിരീക്ഷിക്കുക. ഈ പ്രകൃതി നമ്മുടെ ചുറ്റുപാടും നിരീക്ഷിക്കുക. എന്നിട്ട് ചിന്തിക്കുക. ചിന്തിച്ച ശേഷം വേണം പഠനം. പഠനത്തിന് ശേഷം ചിന്തിക്കുക. അങ്ങനെയും വേണമെങ്കിലാകാം. അതിപ്പോൾ ഒരു വലിയ ഫിലോസഫിക്കൽ തിയറിയാണ്. അതുകൊണ്ട് ചിലപ്പോൾ ഇതിൻ്റെ അഭിപ്രായ വ്യത്യാസം വരാം. അപ്പോൾ പഠനം വേണം, ചിന്ത വേണം, വീക്ഷണം വേണം, നിരീക്ഷണം വേണം. ഇതൊക്കെയാണ് എൻ്റെ രീതികൾ. അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ പരന്ന വായന, നല്ലതും ചീത്ത എന്ത് കിട്ടിയാലും നമ്മൾ വായിക്കണം. എന്താണത്? നല്ലത് ചീത്ത എന്താണെന്ന് അറിഞ്ഞാലേ നമുക്ക് നല്ലതിൻ്റെ മഹത്വം അറിയുള്ളൂ. ചീത്ത അറിയാത്തവന് നല്ല മാത്രം പഠിക്കുന്നതിന് എങ്ങനെ അതിന് മഹത്വം അറിയാൻ പറ്റും? അത് വെയിലത്ത് നിൽക്കുമ്പോൾ താനെ വെയിലത്ത് നിൽക്കുമ്പോൾ തണലിന് കൊതിക്കും, തണലത്ത് നിൽക്കുമ്പോൾ താനെ മറക്കും. വെയിൽ കൊണ്ട് അവശരായി നമ്മൾ തണൽ കിട്ടും, നമ്മളവിടെ ഇരുന്ന് ആസ്വദിക്കും, അല്ലെങ്കിൽ ആശ്വാസം കിട്ടും. അത് ഇങ്ങനെ കുറച്ച് മറന്നു പോകും. അതേ സമയത്ത് ജോലി കിട്ടാതെ ഇരിക്കുന്ന, ജോലി കിട്ടിയുമ്പോൾ അവൻ്റെ താൻ ഇപ്പോൾ മല മറിക്കാം, നാട് മുഴുവൻ നന്നാക്കുക വെച്ച് ഒരു കൊല്ലമൊക്കെ അവൻ്റെ കയ്യിലൊക്കെ ചെയ്യും. ഒരു കൊല്ലം കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യുക? അവർ കല്യാണം കഴിച്ച് മക്കൾ അഡ്മിഷനായി, ട്രാൻസ്ഫറായി, അതിന് അവർ കാര്യമായി. അപ്പോൾ ഇതിൻ്റെയൊക്കെ സ്ഥാനത്ത് നമ്മൾ ചിന്തിക്കണം, പഠിക്കണം, വായിക്കണം. ഇന്ന് ആർക്കും സമയമില്ല. ഇപ്പോൾ ഡൽഹിയിലൊക്കെ ഡെങ്കി ഇപ്പോൾ വരാൻ കാരണം അവിടെ അധികം എയർ കൂളറാണല്ലോ. ആ എയർ കൂളറിൽ വെള്ളം മാറ്റൂല. വെള്ളം മാറ്റി അത് ഒരു അധ്വാനമുണ്ട്, മത്സ്യന്മാരാണ്. അങ്ങനെ അവിടെ നിന്നാണ് കൊതുക് വരുന്ന ഈ ഡെങ്കിപ്പനി ഉണ്ടാകുന്നൊരു റിപ്പോർട്ട് പറയുന്നുണ്ട്. ഇത് നാളെ നമ്മുടെ കേരളത്തിലും ബാധകമാണല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കുറച്ചുകൂടിയൊക്കെ ദീർഘമായി ചിന്തിക്കുകയും വിശാല അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വീക്ഷിക്കുകയും ചെയ്താൽ നാട് നല്ലതാണ്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരുപാട് വിഷയങ്ങൾ ഇക്കാര്യത്ത് നമുക്ക് ചിന്തിക്കാനും പഠിക്കാനും. നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കുക. എന്നൊരു മാവിൻ്റെ കൊമ്പിൽ കൂടുതൽ മാങ്ങ വന്നാൽ, മാമ്പഴം ഉണ്ടാവില്ല, ഉണ്ടാകും മാങ്ങയുള്ളൂ, അത് കഴിഞ്ഞാൽ മാമ്പഴമുള്ളൂ. മാങ്ങ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കൊമ്പ് താഴാണ്, അല്ല പൊങ്ങല്ല. അത് അഹങ്കാരമല്ല. അറിവും സമ്പത്തും കൂടുതലും നമ്മൾ കൂടുതലും വിനയാന്വിതരായിരിക്കണം, വിനയമുള്ളവരായിരിക്കണം. മറ്റുള്ളവരെ സഹായിക്കണം, ആ മനസ്ഥിതി ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ കൂടുതൽ സാംസ്കാരികമായി വളരുള്ളൂ. ഈ നിലക്ക് ചിന്തിച്ച് മുന്നോട്ട് പോയാൽ കൈനോട്ടക്കാർ പറയും പോലെ ഭാവി ഭദ്രമാണ്. പക്ഷെ അധികം രാഷ്ട്രീയക്കാരും അത് ചിന്തിക്കുന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ശമ്പളം കിട്ടുന്നതിന് പുറമെ ക്ഷേമ പെൻഷൻ നക്കപ്പിച്ച് കൈയിട്ട് അത് വാങ്ങി തിന്നുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ വാസ്തവത്തിൽ എന്താ ചെയ്യുക? പരസ്യമായിട്ട് സൗദി അറേബ്യയിലേക്ക് ചെയ്യുമ്പോൾ കഴുത്ത് വെട്ടാണ്. ഒരെണ്ണത്തിന് രണ്ടെണ്ണത്തിന് കഴുത്തോട് പരസ്യമായിട്ട് വെട്ടിക്കഴിഞ്ഞാലോ പിന്നെ ആരും അത് ചെയ്യില്ല. ഇവിടെ ശിക്ഷയില്ല. എന്ത് തെറ്റ് ചെയ്താലും ഇവിടെ ശിക്ഷയില്ല. പണം ഉണ്ടെങ്കിൽ ഞങ്ങൾ മുള്ളൂർ ഗോവിന്ദനാരും 5000 രൂപയ്ക്ക് ആരെ കൊല്ലാം രക്ഷപ്പെടാമെന്ന് പറഞ്ഞ പോലെ ഈ പണം ഉണ്ടെങ്കിൽ ഏത് തെറ്റ് ചെയ്തും അങ്ങോട്ട് ചെന്നാൽ മതി. ഒന്നുമില്ല പാർട്ടി ഓഫീസ്, അല്ലെങ്കിൽ കോടതി, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ, ഈ 3 സ്ഥലത്ത് രക്ഷപ്പെട്ടു പോരാ. പണം മാത്രം മതി. അതാണ് നമ്മുടെ സമൂഹം അധംപതിക്കാൻ കാരണം. നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ ബാലൻ നായരുടെ മകൻ കഴിഞ്ഞ ദിവസം മരിച്ചു. അധികം പ്രായമൊന്നുമില്ല, 50-52 വയസ്സേലുള്ളൂ. ശ്വാസകോശ ക്യാൻസർ ആയിരുന്നു. നമ്മളൊരു പഠനം പറയുന്നത് 2030 ആകുമ്പോഴേക്കും ഇന്ത്യയിൽ 30% ജനങ്ങളും ക്യാൻസർ മൂലം മരിക്കുന്നതാണ്. 2050 ആകുമ്പോഴേക്കും അത് 50% ആവുന്നു. അത് രണ്ട് ക്യാൻസർ രോഗികൾ 50% ആവുമെന്നാണോ ഇനി 50% പേര് മരിക്കുമെന്നാണോ സംശയമുണ്ട്. കാരണം 50% പേരൊക്കെ മരിക്കാന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അത് വലിയ കടന്നു കൈയല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നത് 50% പേര് ക്യാൻസർ രോഗിയാകും എന്നായിരിക്കാം. അങ്ങനെയാണ് എൻ്റെ രീതി ഉണ്ടല്ലോ. അപ്പോൾ ഈ നിലക്ക് നമ്മളോട് തന്നെ സ്നേഹമില്ലാത്ത നാം എങ്ങനെ മറ്റൊരാളെ നന്നാക്കും, അല്ലെങ്കിൽ വളർത്തും? ഉദാഹരണം പറഞ്ഞാൽ ഈ സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് എന്നല്ലേ പറഞ്ഞത്. പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്. പിന്നെന്താണ്? ഡ്രിങ്കിങ് ആൾസോ ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. വെള്ളാടി പണ്ടൊക്കെ ഞങ്ങൾ സിനിമാ തിയേറ്ററിൽ ചിലപ്പോൾ കുടി കുടുംബത്തെ നശിപ്പിക്കുന്ന ന്യൂസ് റിവ്യൂ എന്നുണ്ട്.
ലോകകാര്യത്തെക്കുറിച്ച് നന്മ പറയുന്ന ഒരു 10 മിനിറ്റ് അതിന് എഴുതി കുടി കുടുംബത്തെ വെച്ചു. അപ്പോൾ ഞങ്ങൾ ചെറുപ്പത്തിൽ എന്താണ് ഈ കുടി എന്നാൽ വെള്ളം അടി എന്നുള്ള കുടിയാണ്, കുടിക്കാന്ന് പറഞ്ഞിട്ട് ഷോർട്ടായിട്ട് വന്നാൽ കുടിയെന്ന് പറയും. അതുപോലെ നമുക്ക് നമ്മളോട് തന്നെ സ്നേഹമില്ലാത്ത നാം എങ്ങനെ മറ്റൊരാളെ സ്നേഹിക്കും? ചിന്തിക്കേണ്ട കാര്യമാണ്. സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ആരോഗ്യത്തെ ഹാനികരം. അത് നമ്മൾ ആ ബോർഡ് അല്ലെങ്കിൽ കുപ്പി പൊട്ടിച്ചല്ലേ നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ എന്താണ് കാരണം? മദ്യപാനം, പുകവലി, അശാസ്ത്രീയമായ ലൈംഗിക രീതി, പിന്നെ വ്യായാമമില്ലായ്മ, ഉറക്കമില്ലായ്മ, ഭക്ഷണത്തിൽ നിയന്ത്രണമില്ലായ്മ, അങ്ങനെ ഒരുപടി കാര്യങ്ങൾ. നമ്മൾ ദിനചര്യയാണ് ഒരു മനുഷ്യൻ രോഗിയാക്കുന്നത്. ഇപ്പോൾ 75-78 വയസ്സ് വരെയൊക്കെ ജീവിച്ച ആൾക്കാർ വലിയ കുഴപ്പം കൂടാതെ പോകുന്നുണ്ടെങ്കിൽ അവൻ്റെ ദിനചര്യയാണ് ആ ദിനചര്യ കൃത്യമാണ് അവൻ പോലും. ഇപ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ അതുകൂടി പറഞ്ഞ് നിർത്തിയേക്കാം. ജനിച്ചതിന് ശേഷം ഞാൻ പുക വലിച്ചില്ല, മദ്യം കഴിച്ചിട്ടില്ല. അവിടെ എനിക്ക് എന്നെപ്പോലുള്ളവർക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഏതാണ്ട് ഒരു 5 വയസ്സ് വരെ നമ്മുടെ കാന്തന്മാർ നമ്മളെപ്പോഴും കൊണ്ടെടുക്കാൻ നോക്കും, അല്ലെങ്കിൽ 4 വയസ്സ് വരെ. 4 കഴിഞ്ഞപ്പോൾ 7 വയസ്സ് കഴിഞ്ഞ് നമുക്ക് ഏതാണ്ട് തിരിച്ചറിയും. അപ്പോൾ ഈ 4 മുതൽ 7 വരെയുള്ള സമയത്താണ് അച്ഛനും ചേട്ടും വലിച്ചനും വീടി കുറ്റി വലിച്ച് കേട്ട് കുറ്റിയെടുത്ത് വലിച്ച് നമ്മൾ ശീലിക്കുന്നത്. ആ സമയത്ത് നമ്മളെ ഉപദേശിക്കാൻ ആളില്ല, നമുക്ക് സ്വയം അറിവുമില്ല. അപ്പോൾ ആ സമയത്ത് പുകവലി നല്ലതല്ല മോനെ എന്ന് എന്നെ നിയന്ത്രിച്ച ശക്തി ആരാണ്? അതാണ് ഞങ്ങൾ പറയുന്നത് ദൈവം, ഈശ്വരൻ, അള്ളാഹു എന്ന് പറയുന്നത്. അല്ല കാരണന്മാരല്ല. 7 കഴിഞ്ഞാൽ സ്വയം ബോധമുണ്ട്, അതുമില്ല. അതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ അങ്ങനെ ആ സമയത്ത് ഞാൻ ബീഡിക്കുറ്റി എടുത്ത് വലിച്ച് ശീലിച്ചില്ല. അപ്പോൾ അന്ന് മുതൽ ദൈവാനുഗ്രഹം നമുക്കുണ്ട് എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇത്രയും കാര്യങ്ങൾ ഇത്രയും പ്രായം വരെ വലിയ ഒരു പരിക്ക് കൂടാതെ. അഹങ്കാരം പറയല്ല, നിങ്ങൾക്കൊരു പാഠമാണ് ആയിക്കോട്ടെ എന്ന് പറയുന്നതാണ്. അഹങ്കാരമൊന്നും പറയുന്നില്ല. അതുപോലെ ദിനചര്യ. നമ്മളൊരു കല്യാണ വീട്ടിൽ പോയി ഉച്ചയ്ക്ക് എന്തെങ്കിലും ഭക്ഷണം കൂടുതൽ കഴിച്ചാൽ പിന്നെ അത്താഴം ഞങ്ങളൊന്നും കഴിക്കില്ല. 2-3 ഗ്ലാസ് ചുക്കുവെള്ളം അല്ലെങ്കിൽ ജീരവെള്ളം കുടിച്ച് കിടക്കുകയുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഭക്ഷണം കൂടുതൽ അത് അത്താഴത്തിൽ തരും. അപ്പോൾ 3 കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അത് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. ഭക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ വയറിൻ്റെ 3/1 ഭാഗം ഭക്ഷണം, 3/1 ഭാഗം വെള്ളം, 3/1 ഭാഗം കാലി സ്റ്റോർ ചെയ്യുന്ന പറയുമ്പോൾ ഒഴിവാക്കിക്കണം. ഇങ്ങനെ ശീലിച്ച് പോകുന്ന ഒരാൾക്ക്, ദിനചര്യ ശരിയാകുന്ന ഒരാൾക്ക് സാധാരണഗതിയിൽ മറ്റസുഖം വരാറില്ല. അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. ദിനചര്യയാണ് നമ്മുടെ രോഗിയാക്കുന്നത്. അപ്പം അങ്ങനെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്ന മാന്യന്മാരുടെ അല്ലെങ്കിൽ മനുഷ്യസ്നേഹികളുടെ കൂട്ടത്തിൽ നമ്മളാകട്ടെ എന്ന് പറയുന്നതോടൊപ്പം തന്നെ നമുക്ക് ഇനി വേണ്ടത് ലോകവ്യാപകമായിട്ട് തന്നെ ട്രേഡ് റെവല്യൂഷൻ അഥവാ വ്യാപാര വിപ്ലവം ആണ് എന്നും അത് വിപ്ലവങ്ങളിൽ അവസാനത്തെ വിപ്ലവമാണെന്നും മൊയ്തീൻ ഷായുടെ ഗ്രൂപ്പ് നിങ്ങൾ ഉണർത്തിക്കാണ്. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്. ഓഫായി നോക്കി.
ശരിയാണ്